ദീർഘകാലമായി വൈപ്പിൻകര നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ടോണി ചമ്മണി MLA അഭിപ്രായപ്പെട്ടു. KLCA വൈപ്പിൻ മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ KLCയുടെ വൈപ്പിൻ മേഖല നേതൃ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയും എൻ്റെ ഓഫീസിൽ എന്നെ ക്ഷണിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഞാൻ ഇന്നത്തെ പ്രോഗ്രാം ഡീറ്റെയിൽ അവരെ കാണിച്ചു. ഓരോ മണിക്കൂർ ഇടവിട്ട് നിന്ന് ധാരാളം പരിപാടികളുണ്ട്. 3 മണിക്ക് ഇടവനേക്കാൾ ഒരു പുസ്തക പ്രകാശന ചടങ്ങുണ്ട്. എങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത് എൻ്റെ കൂടി ആവശ്യമാണെന്നതിൻ്റെ ഉള്ളിൽ ഉള്ള ആഗ്രഹമാണ് ഞങ്ങൾ 2:30 മണി എന്ന സമയത്തേക്ക് നിശ്ചയിച്ചത്. പ്രിയപ്പെട്ടവരെ, KLC എന്ന സംഘടനയും ഞാനെന്ന പൊതുപ്രവർത്തനം തമ്മിലുള്ള ഇഴയടുപ്പവും കൂടി ഈ ചടങ്ങിൽ വരുന്നതിന് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വൈപ്പിനിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്നതിൻ്റെ സാഹചര്യവും ഞാനെന്ന സ്ഥാനാർത്ഥി വിജയിക്കാനുണ്ടായ സാഹചര്യവും എനിക്കും നിങ്ങൾക്കും അറിയാം. ഒരു യോഗത്തിൽ പറയുന്നതിനുള്ള പരിമിതി ഉള്ളതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പറയാതെ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നീറുന്ന പ്രശ്നം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ശുദ്ധജലക്ഷാമം വലിയൊരു പ്രശ്നമായി പള്ളിപ്പുറം മുതൽ ഇളകുന്നപ്പുഴ വരെ മുളകുപാടും കടപ്പക്കുടി അടക്കം എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾക്കൊരു ഭരണകൂടം ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടത് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജീവിതാവശ്യങ്ങളാണ്. ആ അടിസ്ഥാനപരമായ ജീവിതാവശ്യത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളമില്ലാത്തൊരു നാടിനെ എങ്ങനെയാണ് ഒരു വികസന സൂചികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്? കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാവും. അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും ഉത്തരവാദിത്വമായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയാം, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 60 വർഷമായി ഗവൺമെന്റിന്റെ പക്കൽ 190 MLD അതൊരളവാണ്. 190 ദശലക്ഷം ആലുവ പെരിയാറിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് പമ്പിംഗ് നടത്തുന്ന ഒരു പദ്ധതി. പക്ഷെ ആ പദ്ധതി ജീവൻ വെച്ചത് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സത്യൻ അതിന് ഭരണാനുമതി നൽകിയതിനു ശേഷമാണ്. ജൂലൈ 8-ാം തീയതി ആ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. വൈപ്പിൻ തീരദേശ ഹൈവേ നിർമ്മാണം ത്വരിതഗതിയിലാക്കും. കായൽ തീര റോഡിന്റെ ആവശ്യകത ഗൗരവമായി എടുക്കും. ജിഡ കൗൺസിൽ ഉടൻ പുനഃസംഘടിപ്പിക്കുകയും ജിഡ ഫണ്ട് ദ്വീപ് മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഗോശ്രീ 3-ാം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുരിശിങ്കൽ ക്രൂസ് മിലാഗ്രിസ് പള്ളി പാരിഷ് നടന്ന സമ്മേളനത്തിൽ വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് BEN F സേവ്യർ അധ്യക്ഷത വഹിച്ചു. അതിരൂപത പ്രസിഡന്റ് റോയ് ഡി കുഞ്ഞ മുഖ്യപ്രഭാഷണം നടത്തി. ടോണി ചമ്മണി MLA, കുരിശിങ്കൽ പള്ളി സഹവികാരി ഫാദർ സിബിൻ ജോസി നെല്ലിശ്ശേരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. KLCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലക്സ് താളുപ്പാടത്ത്, അതിരൂപത ജനറൽ സെക്രട്ടറി റോയ് പാളയത്തിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. അതിരൂപത സെക്രട്ടറി റോസ് മാർട്ടിൻ, മേഖലാ സെക്രട്ടറി ഡെക്ലിൻ റോഡ്രിക്സ്, മേഖലാ ട്രഷറർ വർഗീസ് PP, ജസ്റ്റിൻ മാളിയേക്കൽ, തോമസ് കളത്തിവീട്ടിൽ, ഫിലോമിന ലിങ്കൺ, ഹൈസിൻ റിബേറ, മാത്യു എക്സൽ, ജെയിംസ് മറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. വൈപ്പിൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു. ACV ന്യൂസ്, വൈപ്പിൻ.